ഡൽഹിയിൽ പ്രതിപക്ഷ എംപിമാരുടെ യോഗം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വസതിയിലാണ് യോഗം ചേരുന്നത്. രാഹുൽ ഗാന്ധിയുടെ വീടിന് മുന്നിൽ വൻ പോലീസ് സന്നാഹമാണുള്ളത്. ലാൽകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ലാൽകുമാർ, CJP പ്രൊട്ടസ്റ്റിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? എന്താണ് കോൺഗ്രസിന്റെ നീക്കം? മറ്റു വിവരങ്ങൾ? ജീന, പ്രതിപക്ഷ എംപിമാരുടെ യോഗമാണ് വിളിച്ചിരുന്നത്. ഇവിടെ പ്രതിപക്ഷത്തെ എല്ലാ എംപിമാരും ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. അതിനിടെയാണ് ഇപ്പോൾ കേന്ദ്രസേന ഉൾപ്പെടെ ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ വീടിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ റോഡിന് ഇരുവശവും അവർ അടച്ചിരിക്കുന്നു. റോഡിന് ഇരുവശവും കേന്ദ്രസേന ബസ്സുകൾ നിർത്തി തടഞ്ഞു വെച്ചിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഉണ്ടായിരുന്ന സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിളിക്കപ്പെട്ട അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നീക്കമായിട്ട് വേണം ഇതിനെ കാണാൻ. ഇവിടെ പോലീസ് പൂർണ്ണമായും രണ്ട് ഭാഗവും റോഡിന് രണ്ട് ഭാഗവും അടച്ചിരിക്കുകയാണ്. കൂടുതൽ കേന്ദ്രസേന ബസ്സുകളായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷം മറ്റൊരു മൂവ്മെന്റിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രതിഷേധത്തിലേക്ക് കടക്കുമോ എന്ന ഭയം കൊണ്ടായിരിക്കണം ചിലപ്പോൾ ഇത് കേന്ദ്രസേന ഇവിടെ പൂർണ്ണമായും വെല്ലുവിളിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. യോഗം ആരംഭിച്ചിരിക്കുന്നു. യോഗത്തിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രതിപക്ഷം സ്വീകരിക്കേണ്ട നിലപാടും വരും ദിവസങ്ങളിൽ സ്വീകരിക്കുന്ന പ്രതിഷേധങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും. അതിനായി എല്ലാ എംപിമാരും ഇവിടെ എത്തിയിരിക്കുന്നു. ഇവിടെ കൂടുതൽ പോലീസും കേന്ദ്രസേനയും എത്തിയിരിക്കുന്നു. ജിര. യെസ് ലാൽ, അതായത് ഇപ്പോൾ യോഗം തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ പ്രതിപക്ഷ എംപിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയല്ലാതെ അതിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് കേന്ദ്രത്തിനോട് രണ്ടാം വട്ടവും ചർച്ച ആവശ്യപ്പെട്ട കേന്ദ്രത്തിനോട് CJP പ്രവർത്തകർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതിനിടയിൽ സമര പരിപാടി അത് രാജ്യവ്യാപകമായി വ്യാപിപ്പിക്കാനാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കമാണോ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്? ലഭിക്കുന്ന സൂചന എന്താണ്? കേന്ദ്രം ഇതിനെ എങ്ങനെ നേരിടാനാണ് തീരുമാനം? അത്തരം ഘട്ടത്തിലെ അത്തരം കാര്യങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. കോൺഗ്രസ് കടക്കുകയെന്ന് വേണം അനുമാനിക്കാൻ. കാരണം CJP ഉൾപ്പെടെ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം ഉൾപ്പെടെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നീങ്ങാനുള്ള നേരത്തെ കോൺഗ്രസ് യോഗം ചേരും, കോൺഗ്രസ് എംപിമാരുടെ യോഗം ചേരുമെന്ന വിവരമായിട്ട് പ്രതിപക്ഷ എംപിമാരിലേക്ക് മാറി പെട്ടെന്നുള്ള ഒരു വിവരമാണ് ലഭിച്ചതെന്ന് നമ്മളോട് എംപി ഉൾപ്പെടെ പറഞ്ഞിരുന്നു. കാരണം അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ പെട്ടെന്ന് ഐക്യപ്പെടുത്തിക്കൊണ്ട് ഈ സമരം ഒറ്റക്കെട്ടായി നേരിടാൻ അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് പോകുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ കേന്ദ്രസേന ഉൾപ്പെടെ ഇവിടെ ലാൽകുമാർ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. പറഞ്ഞോളൂ, ഏത് രീതിയിലുള്ള ഒരു സമര പരിപാടിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അത് കോൺഗ്രസ് എന്നത് മാറി പ്രതിപക്ഷം ഒറ്റക്കെട്ടായി കൂടുതൽ ശക്തമായ ഒരു പ്രതിഷേധത്തിന് മുതിരുന്നു എന്നുള്ള സൂചനകളാണോ ലഭിക്കുന്നത്? അതാണോ ഇപ്പോൾ ഡൽഹിയിൽ കാണുന്നത്? അത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് പോകുന്നു എന്ന് വേണം കാണാൻ. നേരത്തെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരത്തെ കിട്ടിയ വിവരം കോൺഗ്രസ് എംപിമാരുടെ യോഗം ചേരുന്നു എന്നതാണ്. അത് മാറ്റി പെട്ടെന്ന് തന്നെ അത് പ്രതിപക്ഷ എംപിമാർക്ക് വിവരം അറിയിക്കുന്നു. പ്രതിപക്ഷ എംപിമാരോട് എത്താൻ പറയുന്നു. അങ്ങനെ ഒരു പ്രതിപക്ഷ എംപിമാരുടെ യോഗത്തിലേക്ക് പോകുന്നു. അത് നമ്മൾക്ക് അനുമാനിക്കാൻ പറ്റുന്നത് ഒരു യോജിച്ച പ്രതിഷേധത്തിലേക്ക് ഈ പ്രതിപക്ഷം കടക്കുന്നു എന്ന് വേണം. അത്തരത്തിലാണെങ്കിൽ അത് രാജ്യവ്യാപക പ്രതിഷേധമാണോ അതോ പാർലമെന്റിൽ അകത്തും പുറത്തും തീരുമാനിക്കുക അല്ലെങ്കിൽ നടത്തേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള തീരുമാനമാണോ ഈ യോഗത്തിൽ എടുക്കുന്നത്? അത്തരം കാര്യങ്ങളിൽ ഈ യോഗശേഷം മാത്രമേ വിവരിക്കൂ. ഇപ്പോ നമ്മൾ സംസാരിച്ച എംപിമാർ ഉൾപ്പെടെ അതാണ് പറഞ്ഞത്. യോഗത്തിന് ശേഷം പ്രതികരിക്കാമെന്നാണ്. പക്ഷേ പ്രതിപക്ഷം തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷം എടുക്കേണ്ട നിലപാടുകളാണ് ചർച്ച ചെയ്യുന്നത്, യോഗത്തിൽ ചർച്ച ചെയ്യുകയെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് നടത്തുക എന്ന കാര്യങ്ങളൊക്കെ ഈ യോഗത്തിന് ശേഷം മാത്രമേ അറിയാൻ പറ്റൂ. ശരി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വീട്ടിലാണ് ഇപ്പോൾ യോഗം നടക്കുന്നത്. പ്രതിപക്ഷ എംപിമാർ മുഴുവനും പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കോൺഗ്രസിന്റെ പ്രതിഷേധം എന്നതിൽ നിന്ന് മാറി ഒറ്റക്കെട്ടായി പ്രതിപക്ഷം കൂടുതൽ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ വൻ പോലീസ് സന്നാഹവുമുണ്ട്. ലാൽകുമാറാണ് വിശദാംശങ്ങൾ.